സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, കർണാടക, ബീഹാർ, മഹാരാഷ്ട്ര, ഗുജറാത്ത് PCCകൾ എത്രയും പെട്ടെന്ന് സാധ്യതാ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. സാമുദായിക പരിഗണന, പ്രവർത്തന മികവ്, യുവാക്കൾക്കും സ്ത്രീകൾക്കും അർഹമായ പ്രാതിനിധ്യം, വിജയസാധ്യത എന്നിങ്ങനെ എല്ലാ ഘടകങ്ങളും കണക്കിലെടുത്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനാണ് PCCകളുടെ ശ്രമം. ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി സ്ഥാനാർത്ഥികളാകാനായി 1100 അപേക്ഷകളാണ് PCCക്ക് എത്തിയത്. ഇവരിൽ നിന്ന് മുഖാമുഖം ഉൾപ്പെടെ നടത്തി യോഗ്യരായവരെ കണ്ടെത്തി സാധ്യതാ പട്ടിക തയ്യാറാക്കി AICCക്ക് നൽകുമെന്ന് PCC അധ്യക്ഷ YS ശർമിള അറിയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഛത്തീസ്ഗഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് കോൺഗ്രസ് ലക്ഷ്യം. മുതിർന്ന നേതാക്കളിലടക്കം മത്സരരംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും വിജയം ലക്ഷ്യമിട്ട് മുതിർന്ന നേതാക്കളെയും നിലവിലെ MLAമാരെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ബീഹാറിൽ മഹാസഖ്യത്തിലെ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തും. PCCകൾ നൽകുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വിശദമായ ചർച്ച നടത്തും. വിജയസാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് PCCകൾക്ക് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ള നിർദ്ദേശം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.